PV അൻവറിനെ മുന്നണിയിൽ സഹകരിപ്പിക്കാൻ UDF യോഗത്തിൽ തീരുമാനം. 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതല ഏൽപ്പിച്ചു. ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡുമായും ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തും. UDF തീരുമാനത്തിൽ സന്തോഷമെന്ന് PV അൻവർ പ്രതികരിച്ചു. അൻവറിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു. അൻവറിനെ UDF-ൽ അദ്ദേഹത്തിന് പ്രവേശനം ആവശ്യപ്പെട്ട അദ്ദേഹവുമായി നേരത്തെ ഒരു ചർച്ച പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നടത്തിയിരുന്നു. ഇന്നത്തെ യോഗത്തിൽ പൊതുവെ ഉണ്ടായ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് കക്ഷി നേതാക്കളോട് വിശദമായി ചർച്ച ചെയ്യാനും ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനം പ്രഖ്യാപിക്കും. അദ്ദേഹം വളരെ റിസ്ക് എടുത്തിട്ടാണ് കോഴിക്കോട് വന്ന് ഈ ചർച്ച നടത്തി അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പം അവരെടുത്ത തീരുമാനം ഞങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചത്. അപ്പോൾ ചർച്ച ചെയ്യാനുണ്ടാവും. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം, ഞങ്ങൾ പറയുന്ന പിണറായിസം, ഇത് തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ. ആ ഒരു ആംഗിളിൽ UDF ലീഡർഷിപ്പ് ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. അത് വലിയ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. വിവരങ്ങളുമായി AK അഭിലാഷും അഷ്കർ അലി കരിമ്പയും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് AK അഭിലാഷ്. UDF യോഗത്തിൽ പ്രതീക്ഷ നൽകുന്ന തീരുമാനമാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഇനിയുള്ള ചർച്ചകൾ എന്തൊക്കെയാണ് ബാക്കി? അൻവറിന്റെ തൃണമൂലിന്റെ UDF പ്രവേശനം എപ്പോഴേക്കുണ്ടാകും? ഇന്ന് ഏകോപന സമിതിയിൽ മറ്റു കാര്യങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യായിരുന്നു. പക്ഷേ പ്രധാനമായും ചർച്ച ചെയ്തത് PV അൻവറിൻ്റെ UDF പ്രവേശനം തന്നെയാണ്. PV അൻവറിനെ സഹകരിപ്പിക്കാനൊരു തീരുമാനം തന്നെയാണ് UDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് മുന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ പിന്തുണ നൽകാനൊരു തീരുമാനവും ഇന്നത്തെ ഏകോപന സമിതി യോഗത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ചേർക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ MM ഹസൻ പറയുന്നത് ഘടകകക്ഷി നേതാക്കളുമായി ഇനിയും ചർച്ച നടത്തുമെന്നാണ്. അതായത് ഘടകകക്ഷി നേതാക്കൾ പങ്കെടുത്ത ഏകോപന സമിതി യോഗമാണ് ഇന്ന് നടന്നത്. പക്ഷേ ആ യോഗത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ആ അവ്യക്തതയിൽ പരിഹാരം കാണണമെങ്കിൽ ഘടകകക്ഷി നേതാക്കളുമായി ഇനിയും ചർച്ച നടത്തും. അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വം ഹൈക്കമാൻഡുമായി വീണ്ടും ചർച്ച നടത്തുകയും ചെയ്തു. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. VD സതീശൻ PV അൻവറുമായി ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഒരാഴ്ചയ്ക്കകം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും PV അൻവറിനെ UDF-മായി സഹകരിപ്പിക്കാനുള്ള ഒരു തീരുമാനം അവർ എടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ PV അൻവർ അൻവറിനെയാണോ അങ്ങനെയുള്ള ആശങ്കകൾക്കൊന്നും വകയില്ല എന്നതാണ് അഭിലാഷ് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അഷ്കർ അലി കരിമ്പ, ഗുഡ് ഈവനിംഗ്. PV അൻവറുമായി സംസാരിച്ചപ്പോൾ എന്ത് പറഞ്ഞു അൻവർ? സുജയ, തൃണമൂൽ വിട്ടുകൊണ്ടുള്ള ഒരു UDF പ്രവേശനം ഇല്ല എന്നുള്ള കാര്യത്തിൽ അൻവർ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം അൻവർ നടത്തിയിരിക്കുന്നു. തൃണമൂലുമായി തന്നെ മുന്നോട്ട് പോകും. CMP-യുമായി ചേർന്ന് UDF-ൽ പോവുക, അതല്ലെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിച്ച് UDF-ൽ പോവുക തുടങ്ങിയുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ PV അൻവറിന് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ആ പ്രചാരണങ്ങളെ തന്നെ പരീക്ഷിച്ച് തള്ളുന്ന ഒരു നിലപാടാണ് PV അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PV അൻവർ ക്യാമ്പടക്കം വിലയിരുത്തുന്നത് തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഔദ്യോഗികമായിട്ടുള്ള കക്ഷി ആയിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രത്യേക ക്ഷണിതമായിട്ടോ അല്ലെങ്കിൽ സഹകരിക്കുന്ന ഒരു കക്ഷിയായിട്ടോ നിലനിർത്തിക്കൊണ്ട് തന്നെ UDF-നൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ UDF തയ്യാറാകും എന്നുള്ള പ്രതീക്ഷയാണ് PV അൻവർ ഉള്ളത്. പ്രത്യേകിച്ച് UDF-മായി സഹകരിപ്പിക്കുമെന്നുള്ള MM ഹസന്റെ പ്രസ്താവന, അതിനോടൊപ്പം തന്നെ ഒരാഴ്ചക്കകം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ ചർച്ച നടത്തി തീരുമാനം പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തൊക്കെ തന്നെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു എന്നുള്ള പ്രതികരണമാണ് PV അൻവർ നടത്തുകയും ചെയ്യുന്നത്. അത്തരമൊരു അനുകൂല തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ്, നിലപാടിലാണ് ഇപ്പോൾ PV അൻവറുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു. അഷ്കർ അലി കരിമ്പയും AK അഭിലാഷുമാണ് അപ്ഡേറ്റുകളുമായി നമുക്കൊപ്പം ചേർന്നത്. വലിയ വാർത്തകൾ വരാൻ പോകുന്നു.